وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وآله وصحبه أجمعين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أنت الحسيني والحسني كنت معا آبا وأما شريفين قد اجتمعا. أنت الحسيني والحسني كنت معا آبا وأما شريفين قد اجتمعا. وكنت شمسا وبدرا نورا التمعا. أنت الحق لتدعى محي الدين يا محي الدين يا محي الدين يا محي الدين يا عبد القادر جيلاني. إلى محمد سيدنا محمد. മുഅ്മിനീങ്ങളെ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബത്തിനാണ് അഹ്ലു ബൈത്ത് എന്ന് നമ്മൾ പറയുന്നത്. കുടുംബം എന്നതിന് 3 വാക്കുകൾ ഉപയോഗിക്കാറുണ്ട്. ആല് എന്നുപയോഗിക്കും, അയ്യാൽ എന്നുപയോഗിക്കും, പിന്നെ അഹ്ല് എന്ന വാക്ക് ഉപയോഗിക്കും. അതിലെ ആല് എന്നതിനേക്കാളും അയ്യാൽ എന്നതിനേക്കാളും വിശാലമാണ് അഹ്ല് എന്ന് പറയുന്നത്. ഒരു നിലക്ക് മുഅ്മിനീങ്ങൾ എല്ലാവരും അഹ്ലാണ്. സ്വാലിഹീങ്ങൾ സ്വാലിഹീങ്ങളുടെ അഹ്ലാണ്. സ്വർഗാവകാശികൾ സ്വർഗാവകാശികളുടെ അഹ്ലാണ്. ഫാസിഖീങ്ങൾ ഫാസിഖീങ്ങളുടെ അഹ്ലാണ്. മലയാളത്തിലേക്ക് വരുമ്പോ അഹ്ല് എന്നതിന് ബന്ധു എന്നാണ് അർത്ഥം. പരിശുദ്ധ ഖുർആനില് മനുഷ്യന്റെ ബന്ധുക്കൾ ആരാണെന്ന് പരിചയപ്പെടുത്തുന്ന ഒരു ഭാഗമുണ്ട്. നൂഹ് നബി അലൈഹിസ്സലാമിന്റെ മകനായ കൻആനിന്റെ താരീഖ് പറഞ്ഞുകൊണ്ടാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അഹ്ലിനെ പരിചയപ്പെടുത്തുന്നത്. 1000ഓളം വർഷം ദീന് പറഞ്ഞിട്ട് വളരെ കുറഞ്ഞ ആളുകൾ മാത്രമേ ഇസ്ലാമിലേക്ക് വന്നതുള്ളൂ എന്നതിനാൽ നൂഹ് നബി അലൈഹിസ്സലാമിന് വലിയ മാനസികമായ പ്രയാസമുണ്ടായി. സയ്യിദുനാ നൂഹ് അലൈഹിസ്സലാം ദുആ ചെയ്തു, റബ്ബി ലാ തദർ അലൽ അർളി മിനൽ കാഫിരീന ദയ്യാറാ. അല്ലാഹുവേ, കാഫിരീങ്ങളിൽ നിന്ന് ആരെയും ഈ ഭൂമിയിൽ വെച്ചേക്കരുതേ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ദുആ സ്വീകരിക്കുകയും വലിയ ജലപ്രളയമുണ്ടാവുകയും ചെയ്തു. നൂഹ് നബി അലൈഹിസ്സലാമും വിശ്വസിച്ച ആളുകളും കപ്പലിൽ കയറിയപ്പോ സയ്യിദുനാ നൂഹ് അലൈഹിസ്സലാമിന്റെ മകൻ കയറാൻ കൂട്ടാക്കിയില്ല. സ്നേഹത്തോടുകൂടെ നൂഹ് നബി അലൈഹിസ്സലാം മകനെ വിളിച്ചു, യാ ബുനയ്യർകം മഅനാ വലാ തകും മഅൽ കാഫിരീൻ. ബനി എന്ന് പറഞ്ഞാൽ മകൻ എന്നാണ്. ബനി എന്ന് പറഞ്ഞാൽ ഇന്റെ മോനെ എന്നാണ്. യാ ബുനയ്യ എന്ന് പറഞ്ഞാല് കുഞ്ഞിമോനെ എന്നാണ്. സ്നേഹത്തോടു കൂടെയുള്ള വിളിയാണ് യാ ബുനയ്യ, എന്റെ കുഞ്ഞിമോനെ, ഇർകം മഅനാ, നമ്മളോടൊപ്പം ഈ കപ്പലിൽ കയറി, വലാ തകും മഅൽ കാഫിരീൻ, കാഫിരീങ്ങളിൽ നീ പെട്ടുപോകരുതേ എന്ന് പറഞ്ഞു. മകൻ പറഞ്ഞു, വാപ്പാ, സആവീ ഇലാ ജബലിൻ യഅ്സിമുനീ മിനൽ മാഇ, വെള്ളത്തെ തൊട്ട് എന്നെ സംരക്ഷിക്കുന്ന ഏതെങ്കിലും മലമുകളിൽ കയറി ഞാൻ രക്ഷപ്പെട്ടുകൊള്ളാം. സത്യത്തിൽ അവിടെ അങ്ങനെ ഒരു മലയൊന്നും ഉണ്ടായിരുന്നില്ല എന്നാണ്.
നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ കപ്പൽ നിൽക്കുന്ന മല ഉണ്ട്, അത് മൂടിയിട്ടുണ്ട്. വേറെ അവിടെ അങ്ങനെ ഒരു മലയൊന്നുമില്ല. സആവി ഇലാ ജബലിൻ, ഏതെങ്കിലും മലയിൽ കയറാമെന്നാണ്. ഈ മലമ്മ കയറാന്നല്ല. ഈ മലമ്മ കയറാന്നാണെങ്കിൽ സആവി ഇലൽ ജബലി എന്ന അലിഫ്ലാമ് ചേർത്താണ് പറയാ. റജുൽ എന്ന് പറഞ്ഞാൽ ഏതോ മനുഷ്യൻ എന്നാണ്. അർറജുൽ എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള ഈ അറിയപ്പെട്ട ഈ മനുഷ്യൻ എന്നാണ്. അപ്പൊ അലിഫ്ലാമ് ചേരാത്തതുകൊണ്ട് അവിടെ അങ്ങനെ ഒരു മല ഇല്ല എന്ന് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ ഓന് കയറാൻ തോന്നണില്ല എന്നുള്ളതാണ് പ്രശ്നം. വാപ്പ പല നിലക്കും മോനെ വിളിച്ചു, മോനെ ഇതിൽ കയറിക്കോ. കയറിയില്ല. അങ്ങനെ വലിയ തിരമാലകൾ വന്നു, കപ്പൽ ഓടി നടന്നു. വിശ്വസിച്ച ആളുകൾ കപ്പലിലുണ്ട്. എല്ലാ ജീവജാലങ്ങളിൽ നിന്നും ഓരോ ഇണകളുണ്ട്. വെള്ളം ഇങ്ങനെ കൂടിക്കൂടി വന്നു, മഴ പെയ്യാൻ തുടങ്ങി, ഭൂമിയിൽ നിന്ന് ഉറവ പൊട്ടാൻ തുടങ്ങി. എല്ലാം ഇല്ലാതെയായപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയോട് വെള്ളത്തെ വിഴുങ്ങാനും ആകാശത്തോട് വെള്ളത്തെ പിടിച്ചു നിർത്താനും പറഞ്ഞു. വഖീല യാ അർളു ബിലഈ മഅകി വയാ സമാഉ ഖിലഈ. പായസം കയ്യെ പിടിച്ചിരിക്കല്ലേ, കുടിക്ക്. നിങ്ങൾ കുടി ചെയ്യാൻ കാത്തിക്കാണ് ഞാൻ, വയതൊന്ന് ഷറാക്കാൻ. നിങ്ങൾ കൈ പിടിച്ചിരുന്നാൽ അതങ്ങനെ നീണ്ടുപോകില്ലേ. വേണം കുടിച്ചാലേ, അതാണ്ട് കയ്യല്ലോ, അതാണ് എളുപ്പമാണ് കുടിച്ചാല്. തൊള്ളേക്ക് പിന്നെ എല്ലാവർക്കും വയ്യ അറിയാലോ. ഇങ്ങനെ ഇപ്പൊ നൂഹ് നബി അലൈഹി ഇസ്ലാം മകനോട് പല നിലക്കും കയറാൻ പറഞ്ഞു, മോൻ കയറിയില്ല. അങ്ങനെ ആകാശത്ത് നിന്ന് മഴ വർഷിച്ചു, ഭൂമിയിൽ നിന്ന് വെള്ളം ഉറവ പൊട്ടാൻ തുടങ്ങി. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഖീല യാ അർളു, ഭൂമിയെ ഇബ്ലഈ മാക്കി, നിന്റെ വെള്ളത്തെ നീ വിഴുങ്ങുക. വയാ സമാഉ ഖിലഈ, ആകാശമേ നിന്റെ വെള്ളത്തെ നീ പിടിച്ചു നിർത്തുക. വഗീദൽ മാഉ, വെള്ളം ഭൂമിയിലേക്ക് ആണ്ടുപോയി. വസ്തവത്തെ അലൽ ജൂദി, ജൂദി എന്ന പർവ്വതത്തിന് മുകളിൽ പോയി കപ്പൽ നങ്കൂരമിട്ടു. വെള്ളം ഇറങ്ങിപ്പോയപ്പോ ജൂദി പർവ്വതത്തിന്റെ മുകളിലുണ്ടായിരുന്ന മരങ്ങളും വെള്ളത്തോടൊപ്പം കടപുഴകിപ്പോയി എന്ന് താരീഖിലുണ്ട്. പിന്നീട് ആ മലയിൽ അത്തിമരങ്ങൾ മുളച്ചു എന്നാണ്. അതുകൊണ്ട് വത്തീൻ എന്ന് അത്തിമരം കൊണ്ട് സത്യം ചെയ്തിട്ടുള്ളത് നൂഹ് നബിയെ ഉദ്ദേശിച്ചാണെന്ന് മുഫസ്സിരീങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ മഴ മാറി വെള്ളം ആണ്ടുപോയപ്പോ വിശ്വസിച്ച ആളുകൾ കപ്പലിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോ നൂഹ് നബി അലൈഹിസ്സലാം അള്ളാഹുവിനോടൊരു ചോദ്യം ചോദിക്കുന്നത് പരിശുദ്ധ ഖുർആൻ സൂറത്ത് ഹൂദിലുണ്ട്. അള്ളാഹുവേ, എന്റെ ബന്ധുക്കളെ രക്ഷപ്പെടുത്താമെന്ന് നീ പറഞ്ഞിരുന്നു. എന്റെ മകൻ എന്റെ ബന്ധുവാണല്ലോ, എന്നിട്ടെന്താണ് എന്റെ മകനെ രക്ഷപ്പെടുത്താതിരുന്നത് എന്ന് അള്ളാഹുവിനോട് നൂഹ് നബി അലൈഹിസ്സലാം ചോദിച്ചപ്പോ അള്ളാഹു അതിന് കൊടുത്ത മറുപടിയുണ്ട്. ഇന്നഹു ലൈസ മിൻ അഹ്ലിക, അവൻ നിന്റെ ബന്ധുവല്ല. ഇന്നഹു അമലുൻ ഗൈറു സ്വാലിഹ്, കാരണം അവൻ സൽക്കർമ്മം പ്രവർത്തിക്കാത്തവനാകുന്നു. സ്വാലിഹിന്റെ ബന്ധു സ്വാലിഹും, ഫാസിഖിന്റെ ബന്ധു ഫാസിഖും, മുഅ്മിനിന്റെ ബന്ധു മുഅ്മിനും, മുനാഫിഖിന്റെ ബന്ധു മുനാഫിഖും, കാഫിറിന്റെ ബന്ധു കാഫിറും, മുശ്രിക്കിന്റെ ബന്ധു മുശ്രിക്കുമാണ്. ഫഅമ്മാ മൻ ഊതിയ കിതാബഹു ബിയമീനിഹി, ആർക്കെങ്കിലും അവരുടെ കൈ വലത് അവരുടെ ഫഅമ്മാ മൻ ഊതിയ കിതാബഹു ബിയമീനിഹി, ആർക്കെങ്കിലും അവരുടെ കിതാബിനെ വലതു കൈയിൽ നൽകപ്പെട്ടാൽ ഫസൗഫ യുഹാസബു ഹിസാബൻ യസീറാ, അവൻ ഒരു ചെറിയ വിചാരണയെ നേരിടേണ്ടി വരും. വയൻഖലിബു ഇലാ അഹ്ലിഹി മസ്റൂറാ, അവൻ അവന്റെ ബന്ധുക്കളിലേക്ക് അഹ്ലിലേക്ക് സന്തോഷത്തോടുകൂടെ ചെന്ന് ചേരും. സ്വർഗാവകാശിയുടെ ബന്ധു സ്വർഗാവകാശിയാണ്.
ആർക്കെങ്കിലും അവരുടെ ഏട് പിൻവശത്ത് കൂടെ ഇടതു കൈയിൽ നൽകപ്പെട്ടാൽ അവൻ നാശത്തെ വിളിക്കും. വേദനാജനകമായ നരകത്തിൽ ചെന്ന് ചേരും. ഇന്നഹു കാന ഫീ അഹ്ലിഹി മസ്റൂറാ. നരകാവകാശിയുടെ അഹ്ല് നരകാവകാശിയാണ്. അപ്പൊ വിശാലാർത്ഥത്തിലുള്ള കുടുംബമുണ്ട്. മുഅ്മിനായ മനുഷ്യന്റെ കുടുംബമാണ് മുഅ്മിൻ. കാഫിറായ മനുഷ്യന്റെ കുടുംബം കാഫിർ, മുനാഫിഖായ മനുഷ്യന്റെ കുടുംബം മുനാഫിഖ്, ഫാസിഖിന്റെ ബന്ധു ഫാസിഖ്. അങ്ങനെ വിശാലാർത്ഥമുണ്ട്. ആല് കുറച്ചും കൂടി ചുരുക്കും, ഇയാല് കുറച്ചും കൂടി ചുരുക്കും. ബഹുമാനപ്പെട്ട സയ്യിദ് പി തങ്ങൾ പാപ്പ ഗൗസുൽ ആലം വഴിയായി വരുന്ന ഹസൻ റളിയല്ലാഹു അൻഹുവിന്റെ സന്താന പരമ്പരയാണ്. ഗൗസുൽ ആലം ഹസനിയും ഹുസൈനിയുമാണ്. അൻതൽ ഹുസൈനിയ വൽ ഹസനിയ കുന്ത മഅന അബൻ വ ഉമ്മൻ ശരീഫൈനി ഖദ് ഇജ്തമഅ ഫകുന്ത ശംസൻ വ ബദ്റൻ. അതിനാൽ നിങ്ങൾ ശംസും ബദ്റുമാണ് എന്ന് ബഹുമാനപ്പെട്ട സദഖത്തുല്ലാഹിൽ ഖാഹിരി റളിയല്ലാഹു അൻഹു ഗൗസുൽ ആലം സുൽത്താൻ മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ അൽ ജിലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. നമ്മൾ ഈ സാലിഹീങ്ങളെ അനുസ്മരിക്കുക എന്ന് പറയുന്നത് ഒരു ഇബാദത്താണ്. ദിക്റുസ് സാലിഹീന ഇബാദത്തുൻ, ദിക്റുൽ അംബിയായി കഫാറത്തുൻ, ദിക്റുസ് സാലിഹീന ഇബാദത്തുൻ. അംബിയാക്കളെ ദിക്റ് ചെയ്യൽ കഫാറത്തും, സാലിഹീങ്ങളെ ദിക്റ് ചെയ്യൽ ഇബാദത്തുമാണ് എന്ന് പറഞ്ഞോടുത്ത് അവിടെ ദിക്റ് എന്നതിന് 5 അർത്ഥമുണ്ട് എന്നാണ്. പൊതുവെ ദിക്റിന് 5 അർത്ഥമാണ്. ഒന്ന് ദിക്റ് എന്ന് പറഞ്ഞാൽ ദിക്റ് ചൊല്ലലാണ്. പിന്നെ ഒരു ദിക്റുണ്ട് ദിക്റ് ചെയ്യലാണ്. പിന്നെ ഒരു ദിക്റുണ്ട് ദിക്റ് ആലോചിക്കലാണ്. പിന്നെ ഒരു ദിക്റുണ്ട് ദിക്റ് പറയലാണ്. 5ാമത്തെ ഒരു ദിക്റുണ്ട്, അത് ദിക്റ് പഠിക്കലാണ്. 1ാമത്തെ ദിക്റ് ചൊല്ലലാണ്. നമുക്ക് എല്ലാവർക്കും അറിയണ ദിക്റാണ്. തസ്ബീഹ്മാലെടുത്തിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് അൽഹംദുലില്ലാഹ് സുബ്ഹാനല്ലാഹ്, അതാണ് ദിക്റ് ചൊല്ലല്. ദിക്റ് ചെയ്യലുണ്ട്, നിസ്കാരം ദിക്റാണ്. അഖിമിസ്സലാത്ത ലിദിക്രി, എന്റെ ദിക്റിന് വേണ്ടി നിസ്കരിക്കുക എന്ന് പറഞ്ഞ നിസ്കാരം ദിക്റാണ്. നോമ്പ് ദിക്റാണ്. അതൊക്കെ ദിക്റ് ചെയ്യലാണ്. ദിക്റ് ചിന്തിക്കലുണ്ട്. ഏതെങ്കിലും ഒരു ചിന്ത അള്ളാഹുവിലേക്ക് എത്തിച്ചേരുന്നുവെങ്കിൽ അതിനെ ദിക്റ് എന്നാണ് പറയാ. തഫക്കുറു സഅത്തിൻ ഖൈറും മിൻ അൽഫി റക്അ. ഒരു സാഅത്ത് അള്ളാഹുവിനെ കുറിച്ച് ചിന്തിക്കൽ ഒരു രാത്രി മുഴുവൻ നിസ്കരിക്കുന്നതിനേക്കാളും അഫ്ദലാണ് എന്നുണ്ട്. 1000 റക്അത്ത് നിസ്കരിക്കുന്നതിനേക്കാൾ അഫ്ദലാണ് എന്നുണ്ട്. അപ്പൊ അള്ളാഹുവിനെ കുറിച്ചുള്ള ആലോചന അതും ദിക്റാണ്. പിന്നൊരു ദിക്റുണ്ട് ദിക്റിനെ കുറിച്ചുള്ള പഠനമാണ്. പിന്നൊരു ദിക്റുണ്ട് ദിക്റിനെ കുറിച്ചുള്ള പറയലാണ്. അതിൽ ദിക്ർ പറയുക എന്നതിലാണ് സ്വാലിഹീങ്ങളുടെ മനാഖിബുകൾ പറയൽ ഉൾപ്പെടുന്നത്. അവിടെ ദിക്റിന് 2 മാനുണ്ട് എന്നാണ്. ഒന്ന് ദിക്റുൽ അംബിയാ എന്ന് പറഞ്ഞാൽ അംബിയാക്കളുടെ പേര് പറയാ. ദിക്റുസ് സാലിഹീന എന്ന് പറഞ്ഞാൽ സ്വാലിഹീങ്ങളുടെ പേര് പറയാ. വെറുതെ ഇങ്ങനെ ഒഴിഞ്ഞിരുന്നപ്പോ തസ്ബീഹ്മാല എടുത്തിട്ട്, തസ്ബീഹ്മാല എടുക്കണം എന്നില്ല, എടുത്താൽ നല്ലതാണ്. സീമാ അഹ്ലുസുന്നത്തി വൽ ജമാഅയാണ് തസ്ബീഹ്മാല. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആളുകളുടെ അടയാളം തസ്ബീഹ്മാല, തൊപ്പി, അതൊക്കെ അഹ്ലുസുന്നയുടെ സീമ ആണ്. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, നിഅമൽ മുദക്കിറു അസ്സുബ്ഹ, തസ്ബീഹ്മാല ഏറ്റവും ഓർമ്മപ്പെടുത്തുന്ന ഒരു വസ്തുവാകുന്നു എന്ന് ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു അത് ഉദ്ധരിച്ചിട്ടുണ്ട്. അവിടെ ഓർമ്മപ്പെടുത്തുക എന്നുള്ളത് 2 കാര്യങ്ങളാണെന്നാണ്. ഒന്ന്, തസ്ബീഹ്മാല കയ്യിലുണ്ടെങ്കിൽ ദിക്റിനെ ഓർമ്മ വരും എന്നതും, രണ്ടാമത്തെ തസ്ബീഹ്മാല കയ്യിലുണ്ടെങ്കിൽ മൗത്തിനെ ഓർമ്മ വരുമെന്നും. 2 ഓർമ്മപ്പെടുത്തൽ തസ്ബീഹ്മാല ചെയ്യുമെന്നാണ്. 3 സാധനങ്ങൾ എല്ലാവർക്കും വേണമെന്നാണ് സാധാരണ പറയൽ ഉസ്താദന്മാരൊക്കെ. 3 സാധനം എല്ലാവർക്കും വേണം. ഒന്ന്, സ്വന്തമായിട്ടൊരു മുസാഫ് എല്ലാവർക്കും വേണം. അവനാൻ്റെ വെച്ചിട്ടൊരു മുസാഫ്.
ഓതാൻ വയ്യാത്തവർക്കും വേണം, വെറുതെ എടുത്ത് മറിച്ചു വെക്കാന്. മുസാഫിക്ക് നോക്കിയാലും കൂലിട്ടും, ഓതിയാല് വേറെയും കൂലിട്ടും. നോക്കി ഓതിയാൽ 2 കൂലിട്ടും, നോക്കിയതിന്റെ കൂലിയും കിട്ടും, ഓതിയതിന്റെ കൂലിയും കിട്ടും. ഹിഫ്ള് ഉള്ള ആൾക്കാർ ഹിഫ്ള് നിലനിൽക്കാൻ വേണ്ടിയിട്ട് കാണാതെ ഓതണം. യാസീനൊക്കെ കാണാതെ ഓതണം, ഹിഫ്ള് നിലനിൽക്കാൻ വേണ്ടിയിട്ട്. ഹിഫ്ള് ഉള്ളവരും ഹിഫ്ള് ഇല്ലാത്തവരും ഇടക്കൊക്കെ ഒന്ന് നോക്കി ഓതണം, നോക്കിയതിന്റെ കൂലി വേറെ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പൊ ഓതാൻ അറിയുന്നവർക്കും ഓതാൻ അറിയാത്തവർക്കും സ്വന്തമായിട്ടൊരു മുസാഫ് വേണം. ദേശം വലിയ എഴുത്തുള്ളതായാല് ഇടക്ക് കണ്ണടല്ലാതെ നോക്കാൻ പറ്റും. പിന്നെ എല്ലാവർക്കും വേണ്ട ഒരു സാധനം ഒരു തസ്ബീഹ് മാലയാണ്. കൊണ്ടടക്കണം എന്ന് ഞാൻ പറയണില്ല, കൊണ്ടടന്നാ വളരെ ഉഷാറായി. അല്ലെങ്കിൽ ആണിമ തൂക്കലും വേണം. ദണ്ണത്ത് കിടക്കുമ്പോ പനിയായിട്ട് നീച്ചാൻ വെച്ചാൽ അതടക്കുമ്പോ ഏടി എൻ്റെ തസ്ബീഹ് എടുത്താന്ന് പറയണമെങ്കിൽ ആദ്യം ആണിമ തൂങ്ങണ്ടേ, എന്നാലല്ലേ പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് എല്ലാവർക്കും സ്വന്തമായിട്ടൊരു തസ്ബീഹ് മാല വേണമെന്നാണ്. ഉരുണ്ട മണിയുള്ളതാണ് നല്ലത്, അതാണ് ചെല്ലാൻ സുഖമുള്ളത്. ഉരുണ്ട മണിയുള്ളത്, പരന്ന മണിയൊക്കെ ഉള്ളതുണ്ട്, ഉരുണ്ടതാ നല്ലത്. 101 മണിയുള്ളത്, 99ഉം പിന്നെ 33ന്റെ അവിടെ അടയാളത്തിനുള്ള 2 എണ്ണവും. അപ്പൊ 33, 99 രണ്ടും 101 മണിയുള്ളത്. 100 മണിയുള്ളതും ഉണ്ട്, അത് നമ്മളതല്ല. തസ്ബീഹ് മാല അമ്മക്ക് മാത്രമൊന്നല്ല, ക്രിസ്ത്യാനികൾക്കും ഉണ്ട്, ബുദ്ധന്മാർക്കും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് നമ്മളത് വാങ്ങണം. 101 മണിയുള്ളത് ആണിമ തൂങ്ങണം. പിന്നെ വേണ്ട എന്താ വെച്ചാല് ഒന്നെങ്കിൽ ഒരു ടവല്, അല്ലെങ്കിൽ ഒരു തൊപ്പി, അല്ലെങ്കിൽ ഒരു തലയെക്കെട്ട്, എന്തെങ്കിലും ഒരു സാധനം അരയിൽ വെച്ചാൽ മതി. മരിച്ചോടത്തേക്ക് യാസീൻ ഓതുമ്പെടുത്ത് തലയിലിടുക. എപ്പോഴും തലയിലിടണമെന്ന് പറയാൻ ബോധിയില്ലായിട്ടല്ല, പക്ഷെ പറയണില്ല, പ്രായോഗികമല്ലാത്ത പറഞ്ഞിട്ട് കാര്യമില്ലാത്തതുകൊണ്ട് അരയിലുണ്ടായിക്കോട്ടെ. മയ്യത്ത് കരിച്ചുമ്പോ തലയെടുത്തിടണം, മരിച്ചോടത്ത് യാസീൻ ഓതുമ്പോ തലയിലെടുത്തിടണം. അപ്പൊ 3 സാധനം എല്ലാവർക്കും വേണം. ഒന്ന് സ്വന്തമായിട്ടൊരു മുസാഫ്, ഒരു തസ്ബീഹ് മാല, പിന്നെ ഒരു തലമറക്കാൻ ഒരു ടവ്വലോ തൊപ്പിയോ എന്തെങ്കിലും ഒരു സംഗതി. അപ്പൊ സീമാ സുന്നയാണ് തസ്ബീഹ് മാല. അപ്പൊ തസ്ബീഹ് മാല അങ്ങനെ എടുത്തിട്ട് വെറുതെ ആദം നബി അലൈഹിസ്സലാം, നൂഹ് നബി അലൈഹിസ്സലാം, മൂസ നബി അലൈഹിസ്സലാം, ഈസാ നബി അലൈഹിസ്സലാം അങ്ങനെ ചൊല്ലിയ കൂലിട്ടു. ദിക്റുൽ അംബിയാ എന്ന് പറഞ്ഞതിന്റെ 1ാമത്തെ വിശദീകരണം ഐ ദിക്റു അസ്മാഇഹിം, ആ അമ്പിയാക്കളുടെ പേര് പറയുക എന്നതാണ്. 25 അമ്പിയാക്കളുടെ പേര് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. ആ 25 അമ്പിയാക്കളുടെ പേര് പഠിക്കൽ നിർബന്ധമാണ്, സുന്നത്തല്ല, പഠിച്ചേ മതിയാവും. ആദമുൻ ഇദ്രീസു നൂഹുൻ ഹൂദുമ സാലിഹ് വ ഇബ്രാഹിമു കുല്ലും മുത്തബ ലൂത്തും വ ഇസ്മായിലു ഇസ്ഹാഖും കദാ يعقوب يوسف وأيوب اهتدى شعيب هارون وموسى اليسع ذو الكفل داود سليمان اتبع لوط وإسماعيل إسحاق كذا يعقوب يوسف وأيوب اهتدى شعيب هارون وموسى اليسع ദുൽകിഫിൽ ദാവൂദ് സുലൈമാൻ ഉത്തബഅ റളിയല്ലാഹു അൻഹു അലൈഹിസ്സലാം. അപ്പൊ വെറുതെ അങ്ങനെ സ്വാലിഹീങ്ങളുടെ അമ്പിയാക്കളുടെ പേര് പറ. ഇതുപോലെ ദിക്റു സ്വാലിഹീന എന്ന് പറഞ്ഞതിന്റെ 1ാമത്തെ അർത്ഥം സ്വാലിഹീങ്ങളുടെ പേര് പറയല. വെറുതെ ഇങ്ങനെ ഇരുന്നപ്പോ തസ്ബീഹ് മാല എടുത്തിട്ട് മമ്പർത്ത് തങ്ങൾ പാപ്പ, മമ്പർത്ത് തങ്ങൾ പാപ്പ, മമ്പർത്ത് തങ്ങൾ പാപ്പ എന്ന് പറഞ്ഞാൽ കൂലിട്ടു. പി തങ്ങൾ പാപ്പ, പി തങ്ങൾ പാപ്പ വെറുതെ പറഞ്ഞാൽ കൂലിട്ടു. വെളിയങ്കോട് മർക്കാദി, വെളിയങ്കോട് മർക്കാദി. ദിക്റു സ്വാലിഹീന എന്ന് പറഞ്ഞതിൽ 1 സ്വാലിഹീങ്ങളുടെ പേര് പറയലാണ്. അലിഫൻ സുബൈറു യുബ്രിഉ സഅദുൻ സഈദുൻ ഹാനിഉ അസ്അദു ഇമ്രാനു വഉ ബയ്യുൻ ഉബയ്യുൻ അബ്ദുല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. എന്തിനാ പേര് പറയണത്? പേര് പറയുമ്പോൾ താരീഖ് ഓർമ്മ വരുമെന്നാണ്. ദിക്റിലെ 2ാമത്തേത് താരീഖ് പറയലാണ്. എല്ലാ വെള്ളിയാഴ്ചയും ജുമഅക്ക് എന്നാല് ഖത്തീബ് മുടങ്ങാതെ 4 ആൾക്കാരെ പേര് പറയും. എല്ലാ വെള്ളിയാഴ്ചയും ഖത്തീബ് 4 ആളെ പേര് പറയും. സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ്,
അഫ്ദലുൽ അംബിയാഇ അലത്ത അഫ്ദലുൽ ബശരി ബഅദൽ അംബിയാഇ അലത്ത ഹഖീഖ് അമീറുൽ മുഅ്മിനീന സയ്യിദനാ അബൂബക്കർ സിദ്ദീഖ് സയ്യിദനാ ഉമർ ഇബ്നുൽ ഖത്താബ് സയ്യിദനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ സയ്യിദനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. നാലാൾക്കാരെ പേര് പറയും. എന്തിനാ നാലാൾക്കാരെ പേര് പറഞ്ഞത്? പേരിങ്ങനെ പറയുമ്പോ ആ നാലാൾക്കാരെ താരീഖ് കൽബിക്കൊണ്ട് വരും എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പേര് പറയുമ്പോ സിദ്ദീഖുൽ അക്ബറിന്റെ താരീഖ് കൽബിലേക്ക് വരും. ജബലുൻ നൂർ പർവ്വതത്തിന്റെ ഹിറാ ഗുഹയിൽ പോയത്, സൗർ പർവ്വതത്തിന്റെ ഗുഹയിൽ പോയത്, മുത്തുനബി ഹിജറ പോകുമ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൂടെ പോയത്, അതൊക്കെ അങ്ങോട്ട് കൽബിക്കൊണ്ട് വരണം. ഈ ഉമ്മത്തിൽ ആദ്യമായി പ്രഭാഷണം നടത്തിയ ആള് മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണെന്നാണ്. ഈ ഉമ്മത്തിൽ ആദ്യം വയൽ പറഞ്ഞ ആൾ സിദ്ദീഖുൽ അക്ബറാണ്. അന്ന് 60 ആളുകളാണ് ഇസ്ലാമിലുള്ളത്. നബി തങ്ങളോട് ചോദിച്ചു, നബിയെ ഞാന് കഅബത്തിന്റെ അടുത്തൊരു പൊതുയോഗം നടത്തട്ടെ എന്ന് ചോദിച്ചു. ആകെ 60 ആളുള്ളൂ, അതുകൊണ്ടുള്ളൊരു പൊതുയോഗം. അങ്ങനെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സമ്മതിച്ചില്ല. കാരണം അന്നത്തെ സാഹചര്യം അതിന് അനുകൂലല്ല. വീണ്ടും ചോദിച്ചു. കുറെ ചോദിച്ചപ്പോ മുണ്ടാതിരുന്നപ്പോ മൗനം സമ്മതാണെന്ന് എഴുതിയിട്ട് പോയിട്ട് വയതറങ്ങും. അങ്ങനെയാണ്. വയത് കുറച്ചുണ്ടായി ഉഷാറായപ്പോ ചെരിപ്പുകൊണ്ട് അടി കിട്ടി, കല്ലെടുത്തേറ് കിട്ടി. സിദ്ദീഖുൽ അക്ബർ ബോധരഹിതനായി വീണോന്ന് കണ്ടപ്പോ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കുടുംബം ഓടി വന്നു. മോനെടുത്തിട്ട് ബോധം പോയിരുന്നു. സിദ്ദീഖ് തങ്ങളെടുത്തിട്ട് വീട്ടിൽ കൊണ്ടുപോയി കടത്തി. മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ഈ അസുഖത്തിൽ രക്ഷപ്പെടൂല എന്ന് തോന്നിയ കുടുംബക്കാർ കഅബന്റെ അടുത്ത് വന്നിട്ട് ഒരു പ്രഖ്യാപനം നടത്തി. അബൂബക്കർ എങ്ങാനും ഈ അസുഖത്തിൽ മരണപ്പെട്ടാൽ അതിന് പകരം ഉത്ബത്തിനെ ഞങ്ങൾ കൊല ചെയ്യും എന്ന് പ്രഖ്യാപിച്ചു. ആ പ്രഖ്യാപനം കഴിഞ്ഞ് വീട്ടിൽ ചെന്നപ്പോ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് ബോധം വന്നിട്ടുണ്ടായിരുന്നു. കുടുംബക്കാരെ കണ്ടേക്കിന് മൂപ്പര് ആദ്യം ചോദിച്ചു, മുഹമ്മദിന് എന്തേലും പറ്റിയോന്ന് ചോദിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൽക്ക് വീണ്ടും ദേഷ്യം വന്നോല് അവിടുന്ന് ഇട്ടുകൊണ്ട് പോയി. അങ്ങനെ ഉമ്മ ഭക്ഷണം കൊടുക്കാൻ വേണ്ടി സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ ചെന്നു. ഭക്ഷണം കണ്ടപ്പോ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ ഭക്ഷണം കഴിക്കണമെങ്കിൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എവിടെയെന്ന് അറിയണം, എന്നാലേ കഴിക്കുള്ളൂ പറഞ്ഞു. അതിൽ ഉമ്മാക്ക് പ്രായമായിരുന്നു. ഞാൻ എവിടെ പോയിട്ടാ ആ വിവരം കൊണ്ടുവരാന്ന് ചോദിച്ചു. അതിൽ പറഞ്ഞു, ഖത്താബിന്റെ മകൾ ഫാത്തിമാന്റെ അടുത്ത് പോയി ആ വിവരം കിട്ടുമെന്ന് പറഞ്ഞു. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ പെങ്ങളാണ് ഖത്താബിന്റെ മകൾ ഫാത്തിമ. ആദ്യകാലത്ത് ഇസ്ലാമിലേക്ക് വന്ന സ്ത്രീയാണ്. അതിൽ രാത്രി ഇങ്ങനെ ഉമ്മ ഖത്താബിന്റെ മകൾ ഫാത്തിമയുടെ വീട്ടിൽ പോയി. മുഹമ്മദിന്റെ വിവരം എന്താ വെച്ചാ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നെ, എന്റെ മോൻ ഭക്ഷണം കഴിക്കണില്ല. അതിൽ ഫാത്തിമ പറഞ്ഞു, നിങ്ങൾക്ക് സമ്മതാണെങ്കിൽ ഞങ്ങളൊപ്പം അങ്ങോട്ട് പോരാ, വിവരം അങ്ങനെ പറയാൻ പറ്റിയതല്ല, എന്നാ പോര് പറഞ്ഞു. അങ്ങനെ കൊടുന്നു. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ ഹദ്റത്തിൽ കൊടുന്നു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി തങ്ങളുടെ വിവരം ചോദിച്ചു. അർഖമിന്റെ വീട്ടിൽ സ്വതന്ത്രനാണ്, സുരക്ഷിതനാണ് എന്ന് പറഞ്ഞു. അന്ന് ദാറുൽ അർഖമിൽ നബി തങ്ങൾ ഒളിച്ചിരിക്കുന്ന കാലഘട്ടമാണ്. അപ്പൊ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്നാ ഇനി കണ്ടിട്ടേ ഞാൻ ഭക്ഷണം കഴിക്കുള്ളൂ പറഞ്ഞു. അങ്ങനെ കാണാൻ പോയി. അങ്ങനെയാണ് ഈ ഉമ്മത്തിൽ ആദ്യത്തെ വയത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. വെള്ളിയാഴ്ച ഇങ്ങനെ ഖത്തീബ് ആ പേരിങ്ങനെയാണ് പറയുമ്പോ നമുക്ക് കൽബിക്ക് അത് വരണം. ആദ്യം ഈ ഉമ്മത്തിൽ ആദ്യമായിട്ട് വയത് പറഞ്ഞ മനസ്സിലാണുള്ളപ്പത്. സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു, അവരൊക്കെ താരീഖ് കൽബിലേക്ക് വരണം. ദിക്റിൽ രണ്ടാമത്തേത് താരീഖിനെ പറയലാണ്. എന്തിനാ താരീഖ് പറയണത്? 3 കാര്യങ്ങൾക്ക് വേണ്ടിയാണ് താരീഖ് പറയുന്നത്. ഒരു മനുഷ്യന്റെ താരീഖ്, നമ്മൾ പി തങ്ങൾ പാപ്പാന്റെ താരീഖ് പറയാൻ വന്നതാ. 3 കാര്യത്തിനാ താരീഖ് പറയണേ. ഒന്ന് അതേമാതിരി ആകാനെ, ഒന്നാമത്തെ കാര്യം അതേമാതിരി ആവാൻ പറ്റുമോ നോക്കലാണ്. മനുഷ്യന് അപ്രാപ്യമല്ലാത്ത കാര്യങ്ങൾ വളരെ അപൂർവമാണ് എന്നാണ്. മാലാഖമാർക്ക് എത്തിപ്പിടിക്കാൻ കഴിയാത്തത് മനുഷ്യൻ എത്തിപ്പിടിക്കാൻ കഴിയും എന്നതിന്റെ തെളിവാണ് മിഅ്റാജ് എന്നാണ്. മുഹമ്മദ് നബി മനുഷ്യനാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മിഅ്റാജിന്റെ അന്ന് യാത്ര ചെയ്തു. സിദ്റത്തുൽ മുൻതഹ എന്ന അതിർത്തിയിലെ എലംതമരം കടന്ന് മുന്നോട്ട് പോയി. ബഹറുന്നൂർ എന്ന പ്രകാശത്തിന്റെ ഒരു താഴ്വാരം കണ്ടു. ഹത്താലി ബഹരിന്നൂരി ജിബ്രീലുൻ വഖഫ്.
ബഹറുന്നൂറിന്റെ അവിടെ എത്തിയപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം അവിടെ നിന്നു. ഹത്താലി ബഹരിൻ നൂരി ജിബ്രീലുൻ വഖഫ് ഫി ശത്തിഹി റുഅബൻ ഫവദ്ദഅ വഹതഫ് ദനി തഖദ്ദം യാ ഹബീബി ലാ തഖഫ് അബ്ശിർ തുനാജി റബ്ബകൽ ഖയ്യൂമാ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. അപ്പൊ ഒന്നാമത്തെ കാര്യം അതുപോലെ ആവാൻ വേണ്ടിയിട്ടാണ് സാലിഹീങ്ങളുടെ മനാഖിബുകൾ പറയുന്നത്. ഇന്ന് ഓർമ്മ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഹദീസ്, മൻ തവാളഅ ലില്ലാഹി റഫഅഹുല്ലാഹ് എന്ന ഹദീസാണ്. ഇന്ന് രാവിലെ മുതൽ ആ ഹദീസ് ഓർമ്മ വരുന്നുണ്ട്. ബഹുമാനപ്പെട്ട ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു, അബൂ ഹുറൈറ, അബ്ദുറഹ്മാൻ ബിൻ സഖർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസ്. ദീർഘമായ ഹദീസാണ്. 3 കാര്യങ്ങൾ പറയുന്നുണ്ട്. സ്വതക്ക മുതലിനെ ചുരുക്കുകയില്ല, അതാണ് ഒന്നാമത് പറയുന്ന ആശയം. സ്വതക്ക കൊടുത്തിട്ട് ഒരു മനുഷ്യൻ ദരിദ്രനാകുക എന്നുള്ളത് ഉണ്ടാവില്ല, കൊടുക്കായിട്ട് ദരിദ്രനാകുക എന്നുള്ളത് ഉണ്ടാവുക എന്നല്ലാതെ സ്വതക്ക കൊടുത്തതിനാൽ ആള് പാപ്പറായി അങ്ങനെ ഉണ്ടാവില്ല. ഒന്നാമത്തെ കാര്യം അതായിരുന്നു. 3 കാര്യങ്ങളാണ് മുത്തുനബി പറഞ്ഞത് സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വതക്ക മുതലിനെ ചുരുക്കുകയില്ല. പിന്നെ പറഞ്ഞൊരു കാര്യമാണ് വിനയം എന്ന് പറയുന്നത് മനുഷ്യനെ വല്ലാതെ ഉയർത്തും. മൻ തവാളഅ ലില്ലാഹി റഫഅഹുല്ലാഹ്, അതിന്റെ മനുഷ്യരൂപം ബഹുമാനപ്പെട്ട ആലിക്കുട്ടി ഉസ്താദ്. വിനയത്തിന്റെ മനുഷ്യരൂപമാണ് ബഹുമാനപ്പെട്ട ആലിക്കുട്ടി ഉസ്താദ്. ആർക്കും സംസാരിക്കാൻ പറ്റും, ആർക്കും ഒപ്പം നടക്കാൻ പറ്റും. പ്രായമായപ്പോ ചെറിയ പ്രായത്തിന്റെ അസ്വസ്ഥതകളൊക്കെ ഉണ്ടായി. ഉസ്താദിന്റെ യുവത്വം എന്നൊക്കെ പറഞ്ഞത് അത്ര ഒരു വിനയമുള്ള മനുഷ്യൻ നമ്മളെ ജീവിതത്തിൽ കണ്ടിട്ടുണ്ടാവില്ല. അങ്ങനത്തെ മനുഷ്യൻ, വിനയത്തിന്റെ മനുഷ്യരൂപം എന്ന് പറയാം. അതന്നെയാണ് ഉയർച്ചയുടെ കാരണവും. മുമ്പ് ഞാന് ഒരിക്കൽ പറയണ്ടായി, 20ാമത്തെ വയസ്സിൽ ജന്മനാട്ടിൽ ഖത്തീബും ഖാദിയുമായി. അങ്ങനെയൊക്കെ ഉസ്താദിനെ കണ്ടപ്പോ ഉസ്താദ് ഞാൻ അങ്ങനെ പറയലുണ്ട്, 20ാമത്തെ വയസ്സിൽ ജന്മനാട്ടിൽ ഖാദിയും ഖത്തീബുമായി എന്ന് പറയലുണ്ട് എന്ന് പറഞ്ഞു. അത് ഔദ്യോഗികമാണ്, അനൗദ്യോഗികം 17ാമത്തെ വയസ്സിലാണ്. ഔദ്യോഗികം 20ാമത്തെ വയസ്സിലാണ്, അനൗദ്യോഗികമായിട്ട് 17ാമത്തെ വയസ്സ് മുതൽ ജന്മനാട്ടിൽ. ഈ ജന്മനാട്ടിൽ എന്നുള്ളടത്ത് അടിയിലൊരു വരടുണ്ടാണ്. ശരിക്കും കാലിന്റെ അടിയത്തെ മണ്ണ് പോയിട്ട് പിന്നെ തലന്റെ മേലെ കുറെ മണ്ണുണ്ടായിട്ട് എന്താ കാര്യം എന്നുള്ളത്. ജന്മനാട്ടിൽ 17ാമത്തെ വയസ്സ് മുതൽ ഖത്തീബും, 20ാമത്തെ വയസ്സ് മുതൽ ഔദ്യോഗികമായി ഖാദിയും, മരിക്കോൾ അങ്ങനെ തന്നെ എന്നതാണ് ഷെയ്ഖുൽ ജാമിഅ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ജനറൽ സെക്രട്ടറി പ്രൊഫസർ കെ ആലിക്കുട്ടി മുസ്ലിയാർ എന്ന നമ്മുടെ ഉസ്താദ്. അല്ലാഹു ദർജ ഉയർത്തി കൊടുക്കട്ടെ. ജന്നാത്തുൽ ഫിർദൗസിൽ കണ്ടുമുട്ടാൻ അല്ലാഹു തആല ഭാഗ്യം നൽകട്ടെ. എത്ര ശിഷ്യന്മാരാ! ഒരു മനുഷ്യൻ മരണപ്പെട്ടിട്ട് ആ മനുഷ്യനെ കുറിച്ച് ആളുകൾ നല്ലത് പറയുക എന്നത് അള്ളാഹുവിന്റെ അടുക്കൽ ആ മനുഷ്യൻ സ്വീകാര്യനാണ് എന്നതിന്റെ തെളിവാകുന്നു എന്നതാണ്. ആർക്കെങ്കിലും നല്ലതല്ലാത്ത മറ്റെന്തെങ്കിലും പറയാനുണ്ടോ എന്നതാണ് പ്രശ്നം. ഒന്നും പറയല്ല, നല്ലതല്ലാത്തവർ ഒന്നും പറയാനുണ്ടാവില്ല എന്നതാണ്. എല്ലാവരിൽ നിന്നും ബഹുമാനപ്പെട്ട ആലിക്കുട്ടി ഉസ്താദിനെ പ്രത്യേകമാക്കുന്ന ഘടകം നല്ല ഇസ്സത്തുള്ള മനുഷ്യൻ, നന്നായി വസ്ത്രം ധരിക്കും. ഞാൻ അങ്ങനെ വസ്ത്രം ധരിക്കുന്ന വേറൊരാളെ പിന്നെ കണ്ടത് അസ്ഹരി തങ്ങൾ പാപ്പാനാണ്. നന്നായി വസ്ത്രം ധരിക്കും. രോഗത്തിൽ കിടക്കുന്ന സമയത്തും രാവിലെ എഴുന്നേറ്റ് കുളിച്ച് നല്ല ഡ്രസ്സ് മാറ്റി തലപ്പാവ് ധരിച്ച് കോട്ടൊക്കെ ഇട്ടിട്ടാണ് പേരയിലിരിക്കുക അസ്ഹരി തങ്ങൾ പാപ്പ. അങ്ങനെ നന്നായി വസ്ത്രം ധരിക്കുന്ന അക്കാലത്ത് അങ്ങനത്തെ തലയെക്കെട്ട് ആലിക്കുട്ടി ഉസ്താദിനെ ഉള്ളവരായിരിക്കില്ല. അന്ന് മറ്റുള്ള ആലിമീങ്ങളുടെ ഒക്കെ കെട്ട് മോശാക്കാൻ വേണ്ടി പറയല്ല, മറ്റുള്ള ആളുകളുടെ ഒക്കെ കെട്ട് വേറെ കെട്ടായിരുന്നു. അങ്ങനെ മനോഹരമായ ഒരു കെട്ട് അക്കാലത്ത് ആലിക്കുട്ടി ഉസ്താദിന് മാത്രമേ ഉള്ളൂ. പിന്നെ പല നിലക്കുള്ള തലകെട്ടുകളൊക്കെ വന്നിട്ടുണ്ടെങ്കിലും അന്നത് ആലിക്കുട്ടി ഉസ്താദിന് മാത്രം അവകാശപ്പെട്ടതാണ്. മനോഹരമായ വാലോടുകൂടിയുള്ള ഗരിമയുള്ള ആ തലപ്പാവ്. ഈ മനുഷ്യന്മാർക്ക് ചില ഇസ്സത്തുകളുണ്ട്.
മനുഷ്യന്മാർക്ക് ചില ഇസ്സത്തുകളുണ്ട്. സിയ്യ് അതിൽ വളരെ പ്രധാനമാണ്. ഓരോ മനുഷ്യനും ആ മനുഷ്യനോടനുസരിച്ച സിയ്യ് വേഷം സ്വീകരിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതിൽ വളരെ സൂക്ഷ്മത പാലിച്ചിരുന്നു ഉസ്താദ്. അല്ലാഹു ദർജ ഉയർത്തട്ടെ. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. തിബി തങ്ങൾ പാപ്പാനെ പറ്റിയിട്ടാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സാലിഹ്യങ്ങളുടെ മത് പറയുന്നത്, സാലിഹ്യങ്ങളുടെ മനാഖിബ് പറയുന്നത് ഒന്ന് അതേമാതിരി ആവാനാണ്. വിനയം ഞമ്മക്കും ഉണ്ടാക്കാനൊക്കെ പറ്റും. അത് കായെടുത്ത് വാങ്ങേണ്ട സാധനമൊന്നുമല്ല, നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ തന്നെയാണ്. സിയാദത്ത് വാങ്ങാൻ കിട്ടൂല. സയ്യിദാവുക എന്നത് വാങ്ങാൻ കിട്ടൂല. ആലിമാവുക, ആബിദാവുക, ദ്വാക്കിജാബത്തുള്ള ആളാവുക, ഇതൊക്കെ മനുഷ്യനെ അധ്വാനിച്ചാൽ നേടാം. നുബുവത്ത്, നബി കുടുംബത്തിൽ പെടുക, ഇതൊന്നും ഇപ്പൊ നമുക്ക് കിട്ടിയവർക്ക് കിട്ടി, അല്ലാത്തവരിഞ്ഞിപ്പോ ഏതെങ്കിലും പരീക്ഷ എഴുതിയിട്ട് പാസ്സായാലൊന്നും കിട്ടുമൊന്നുമില്ല. ഇൽമും സിയാദത്തും ഒരാളിൽ ഒരുമിച്ച് കൂടുക എന്നത് വലിയ അലങ്കാരമാണ്. ഒരാൾ ആലിമുമായി, അയാൾ സയ്യിദുമായി, അയാൾക്ക് വിലായത്തും കൂടി ഉണ്ടെങ്കിലോ, അതിനാണ് നമ്മൾ ഈ മലയാളത്തിൽ സാധാരണ പത്തരം മാറ്റി എന്നൊക്കെ പറയല്. സിയാദത്തുണ്ട്, സയ്യിദുമായി, ആലിമുമായി, അദ്ദേഹത്തിന് വിലായത്തുണ്ടായി എന്നൊക്കെ. എന്നാൽ എല്ലാ നിലയിലും മഹത്വമുള്ള ഒരാളായി ആ മനുഷ്യൻ മാറി എന്നുള്ള മനസ്സിലാക്കേണ്ടത്. പക്ഷെ ഇതൊക്കെ നമ്മൾ പറയുമ്പോഴും നേടിയെടുക്കാൻ കഴിയുന്നതാണ് ഒരു മനുഷ്യന് ആലിമാവുക, ആബിദാവുക തുടങ്ങിയ കാര്യങ്ങൾ. അതുകൊണ്ട് സാലിഹ്യങ്ങളുടെ മനാഖിബ് പറയുന്നത് ഒന്നത് ജീവിതത്തിൽ പകർത്താനാണ്. രണ്ടാമത്തത് നമ്മുടെ കൽബുകൾക്ക് ചില ഉറപ്പുകൾ കിട്ടുമെന്നാണ്. പൂർവികന്മാരായ ആളുകളെ പഠിച്ചാൽ മനസ്സിന് ചില ഉറപ്പ് കിട്ടും. നിയ്യത്തുറക്കുക എന്ന് പറയും. അത് ചില താരീഖുകൾ പഠിച്ചാൽ ലഭിക്കുമെന്നാണ്. വലിയൊരുനാക്കി നമ്മൾ ഉലഹിയത്തറക്കും. ആ ഉലഹിയത്തറക്കണേന്റെ നീയത്ത് കൽബിലാണ്ട് ഉറക്കണമെങ്കിൽ ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിനെ മിനയുടെ ചെരുവിലേക്ക് അറുക്കാൻ വേണ്ടി കൊണ്ടുപോയ താരീഖ് കൽബിക്കണ് വരണം. ഉംറക്ക് പോയാല് തവാഫ് കഴിഞ്ഞതിന് ശേഷം സയ്യിന് വേണ്ടി പോകും. സയ്യിന് പോകുമ്പോ പച്ച ലൈറ്റിന്റെ ഇടയിൽ ചെറിയൊരു ഓട്ടുണ്ട്. ആ ഓട്ടം കണ്ട് മട്ടത്തിലുണ്ടാവണമെങ്കിൽ ഹാജറ ബി റളിയല്ലാഹു അൻഹ വെള്ളം അന്വേഷിച്ചാണ്ട് ഓടിയത് കൽബിക്കൊണ്ട് വരണം. അപ്പൊ മനസ്സിന് ചില ഉറപ്പുകൾ ലഭിക്കാൻ മുൻഗാമികളുടെ താരീഖുകൾ സഹായകമാകുമെന്നാണ്. ഞമ്മക്ക് ചില മനസ്സുറപ്പ് കിട്ടും. ഞമ്മളെ വാപ്പാനെ പറ്റിയിട്ട് പഠിച്ചാല്, ഓരോരുത്തരും അവനവന്റെ വാപ്പാനെ പറ്റി പഠിച്ചാൽ ഒരു മനസ്സുറപ്പ് കിട്ടും എന്നാണ്. കാരണം നമ്മളെക്കാൾ സ്വാലിഹായിരിക്കും ഞമ്മളെ വാപ്പ. ഞാന് മാപ്പിള LP സ്കൂളിലാണ് 4ാം ക്ലാസ് വരെ പഠിച്ചിരുന്നത്. മാപ്പിള LP സ്കൂൾ പറഞ്ഞാല് വെള്ളിയാഴ്ച ക്ലാസ് ഉണ്ടാവില്ല, ശനിയാഴ്ച ഉണ്ടാവും, വെള്ളി ഞായറുമാണ് ഒഴിവുണ്ടാവുക. അതുകൊണ്ട് തന്നെ വെള്ളിയാഴ്ച ചെറിയ കുട്ടിയായിരുന്നെന്ന് നേരത്തെ ജുമക്ക് പോയിരുന്നു. അങ്ങനെ ഒരു 9 മണിക്കൊക്കെ വെള്ളിയാഴ്ച ജുമക്ക് എത്തിയാല് ഔത്തപ്പള്ളിയും പുറത്തപ്പള്ളിയും നിറയെ ആൾക്കാര് 3 അൽക്കഫ് കഴിഞ്ഞിട്ട് അൽക്കഫിന്റെ ശേഷമുള്ള ആ സ്വലാത്ത് അബുൽ ഹസൻ അലി ഷാദുരി റളിയല്ലാഹു അൻഹുയിലേക്ക്, അവരുടെ ശ്രേണിയിലേക്ക്, പരമ്പരയിലേക്ക് ചേർക്കപ്പെട്ട ആ സ്വലാത്ത് ഇങ്ങനെ അയിത്തെ ഹിസ്ബ് യൗമുൽ ജുമുഅ എന്ന് പറഞ്ഞ വെള്ളിയാഴ്ചയിലെ ഹിസ്ബ് ഇങ്ങനെ ചെല്ലൽ തുടങ്ങിയിട്ടുണ്ടാവും. 3 അൽക്കഫ് കഴിഞ്ഞിട്ട് ഔത്തപ്പള്ളിയും പുറത്തപ്പള്ളിയും നിറയെ മനുഷ്യന്മാരുണ്ടാവും. നമ്മളെ വാപ്പ നമ്മളെക്കാൾ നേരത്തെ ജുമുഅക്ക് പോയിരുന്നു. നമ്മളെ വല്ലിപ്പ അതിനേക്കാൾ നേരത്തെ ജുമുഅക്ക് പോയിരുന്നു. ഇന്ന് വെള്ളിയാഴ്ചയുള്ള നമ്മളെപ്പോഴാ ജുമുഅക്ക് പോയത് എന്ന് നമ്മളൊന്ന് ആലോചിച്ചാൽ കിട്ടും. ഓരോരുത്തരും അവനെ പറ്റി ആലോചിച്ചാൽ മതി, മറ്റുള്ളവരെ പറ്റി ആലോചിക്കണ്ട. അതുകൊണ്ടിട്ട് കാര്യമില്ല. നമ്മളിന്ന് വെള്ളിയാഴ്ച എപ്പോഴാ ജുമഅക്ക് പോയത്? നമ്മളെ വാപ്പ ബാങ്ക് കൊടുക്കണതിന് മുമ്പ് പോകാത്ത ആയുസ്സിൽ എന്തെങ്കിലും ഒരു ദിവസം ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അത് പനിയായിട്ട് കിടന്നപ്പോഴേക്കാരം, അല്ലാതെ ഉണ്ടാവില്ല. ഞമ്മക്കിന്ന് പനിയൊന്നും ഉണ്ടായിട്ടല്ലല്ലോ നേരം വയ്ക്ക്. പനി ഉണ്ടായി ഇപ്പം ഇങ്ങോട്ട് വരില്ലല്ലോ. പനി ഉണ്ടായിട്ടല്ല, അത്രയൊക്കെ മതിയെന്ന് കരുതിയതാണ്. മുൻഗാമികളെ പഠിച്ചാൽ കൽബിനൊരു ഉറക്കിട്ടും.
വല്ലിപ്പാനെ പഠിച്ചാല് ഈ ദിനേറെ ഉറപ്പിട്ടും വല്ലിപ്പാനെ പഠിച്ചാല് നമ്മളെ വല്ലിപ്പ അതിന്റെ മുമ്പ് യുമാക്ക് പോയിരുന്ന ആളാണ്. കഞ്ഞിയിൽ വറ്റു തെരഞ്ഞിരുന്ന കാലത്തും ഇബാദത്തിനൊരു കുറവ് അവർക്ക് ഉണ്ടായിരുന്നില്ല. റബീഉൽ അവ്വലാഞ്ഞു വരുന്നത് കഞ്ഞിയിലിടാൻ പറ്റില്ലാത്ത ആ സമയത്തും റബീഉൽ അവ്വലിൽ മൗലൂദ് ഓതാതെ അവരുടെ ഒരു കാലം കഴിഞ്ഞു പോയിട്ടില്ല. നമുക്ക് റബീഉൽ അവ്വൽ എത്രണ്ണം കഴിഞ്ഞു പോയി. ആരെ മൗലൂദ് ഓതി, മൗലീദ് ആരോടൊക്കെ ഉള്ളത്, അതൊക്കെ ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. അപ്പൊ മുൻഗാമികളെ പഠിച്ചാൽ രണ്ടാമത്തെ കാര്യം ചെയ്യുന്ന അമലുകൾക്ക് ഒരു ഉറപ്പിട്ടുന്നാണ്. ഇനി മൂന്നാമത്തെ ഒരു കാര്യമുണ്ട്, അതാണ് വളരെ പ്രധാനപ്പെട്ടത്. നമ്മൾ എവിടെയും എത്തിയില്ല എന്ന് മനസ്സിലാവുമെന്നാണ്. ഗൗസുൽ ആദം സുൽത്താൻ മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകളുടെ സന്താന പരമ്പരയാണ്. സയ്യിദ് അവറുകൾ ബാപ്പാന്റെ ഗുണണ്ടാവും പേരക്കുട്ടിക്ക്. ഷാഫി ഇമാം റളിയല്ലാഹുവിന്റെ പേര് ഷാഫി എന്നല്ലല്ലോ, ഷാഫി ഇമാം റളിയല്ലാഹുവിന്റെ പേര് മുഹമ്മദ് എന്നാണ്. ഷാഫി ഇമാമിന്റെ ബാപ്പാന്റെ പേര് ഇദ്രീസ് എന്നാണ്. ഷാഫി എന്നുള്ളത് വല്ലിപ്പയാണ്. പിന്നെന്താ ആ പേര് കിട്ടാൻ കാരണം? വല്ലിപ്പാന്റെ ഗുണം ഉണ്ടായതുകൊണ്ട്. പാരമ്പര്യ ഗുണം എന്ന് പറഞ്ഞൊരു സംഗതി ഉണ്ട് എന്നാണ്. പാരമ്പര്യ ഗുണം. ആലിമിന്റെ മകൻ ആലിമാകൽ എളുപ്പമായിരിക്കും, നേതാവിന്റെ മകൻ നേതാവാകൽ എളുപ്പമായിരിക്കും, ബിസിനസ്സുകാരന്റെ മകൻ ബിസിനസ്സുകാരനാവൽ എളുപ്പമായിരിക്കും, ഹാഫിദിന്റെ മകൻ ഹാഫിദാകൽ എളുപ്പമായിരിക്കും, മുദരിസിന്റെ മകൻ മുദരിസാകൽ എളുപ്പമായിരിക്കും. അതിനെയാണ് പാരമ്പര്യ ഗുണം എന്ന് പറയുന്നത്. അതുകൊണ്ട് രണ്ടാമത്തത് പാരമ്പര്യ ഗുണത്തെ മനസ്സിലാവലാണ്. മൂന്നാമത്തെ കാര്യം, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്, നമ്മൾ എവിടെയും എത്തിയില്ല എന്ന് മനസ്സിലാക്കാൻ മുൻഗാമികളായ ആളുകളുടെ താരീഖുകൾ പഠിച്ചാൽ മനസ്സിലാകും. എല്ലാവർക്കും ഒരു ദിവസത്തിൽ 24 മണിക്കൂറിനുള്ളൂ. എല്ലാവർക്കും ഒരു കൊല്ലത്തിന് 365 ദിവസം തന്നെ ഉള്ളൂ. തങ്ങൾ പാപ്പാക്കും അത്ര തന്നെ ഉള്ളൂ, ഞമ്മക്കും അത്ര തന്നെ ഉള്ളൂ, ആലിക്കുട്ടിസ്ഥാനും അത്ര തന്നെ ഉള്ളൂ. 24 മണിക്കൂറിൽ ഏറെ ഒരു ദിവസത്തിൽ ഉണ്ടായതുകൊണ്ടൊന്നല്ല തങ്ങൾ പാപ്പി ആലിക്കുട്ടി ഉസ്താദും എല്ലാ വെള്ളിയാഴ്ച അൽക്കഫ് ഓതിയതും നമ്മൾ ഓതാത്തോ. ഇന്ന് വെള്ളിയാഴ്ച ഉള്ള ഒന്ന് ആലോചിച്ച് നോക്ക, അവനെ പറ്റി ആലോചിച്ച് നോക്ക. വെള്ളിയാഴ്ച ഒരാൾ അൽക്കഫ് സൂറത്ത് ഓതിയാൽ അത് അടുത്ത വെള്ളിയാഴ്ച വരെ അവന് പ്രകാശമായിരിക്കുമെന്നാണ്. നൂർ, പ്രകാശം. നൂർ എന്നത്, പ്രകാശം എന്നത് ഈമാനിന്റെ സിമ്പലാണ്. ഈമാനിന് പകരമായി ഉപയോഗിക്കുന്ന വാക്കാണ് നൂറ്, പ്രകാശം എന്നത്. ഒരു വെള്ളിയാഴ്ച അൽക്കഫ് ഓതിയാൽ അടുത്ത വെള്ളിയാഴ്ച വരെ അതവന് പ്രകാശമായിരിക്കുമെന്ന് പറഞ്ഞാൽ ഈമാനാണ്. എന്താ പറഞ്ഞതിന്റെ അർത്ഥം? ഒരു വെള്ളിയാഴ്ചയിൽ അൽക്കഫ് ഓതിയാൽ അടുത്ത വെള്ളിയാഴ്ചക്കിടയിൽ അവൻ മരണപ്പെടുകയാണെങ്കിൽ ഈമാനോടുകൂടെയല്ലാതെ മരണപ്പെടുകയില്ല എന്നാണ് വെള്ളിയാഴ്ചയിലെ അൽക്കഫ് നൂറായിരിക്കും എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. ആകെ മനുഷ്യന് പേടിയുള്ളത് ഈമാന്റെ കാര്യത്തിൽ മാത്രമാണ്. വേറൊക്കെ നടന്നോളും, ആകെ പേടിയുള്ളത് ഈമാന്റെ കാര്യത്തിൽ മാത്രമാണ്. ഈമാന്റെ സുരക്ഷയാണ് വെള്ളിയാഴ്ചയിലെ അൽക്കഫ്. അപ്പൊ അതുകൊണ്ട് എല്ലാവർക്കും ഒരു ദിവസം തന്നെ 24 മണിക്കൂറിനെ ഉണ്ടായിട്ടുള്ളൂ. മൂപ്പർക്കൊക്കെ എന്താ ഓതിക്കൂടെ? മൂപ്പർക്ക് ഒരു ദിവസം 26 മണിക്കൂറല്ലേ എന്ന് വിചാരിക്കണ്ട. മൂപ്പർക്കും 24, ഞമ്മക്കും 24, എല്ലാവർക്കും 24. വേണമെന്ന് കരുതിയാൽ നേരം ഉണ്ടാവും, നേരമില്ല എന്ന് കരുതിയാൽ നേരം ഉണ്ടാവില്ല. ഓല് വേണമെന്ന് കരുതി, അതുകൊണ്ട് നേരം ഉണ്ടായി. നമ്മൾ നേരമില്ല എന്ന് കരുതി, അതുകൊണ്ട് നമുക്ക് നേരമില്ല. എന്നെ സംഗതി. അതുകൊണ്ട് മൂന്നാമത്തെ കാര്യം, നമ്മൾ എവിടെ എത്തിയില്ല എന്ന് മനസ്സിലാവും എന്നതാണ്. ഗൗസുൽ ആദം സുൽത്താൻ മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് 1000 കൊല്ലങ്ങൾക്ക് മുമ്പാണ് ജീവിക്കുന്നത്. 470 ഹിജ്റ 470, ഏകദേശം 1500 അഥവാ 1000 കൊല്ലങ്ങൾക്ക് മുമ്പാണ് മഹാനവറുകൾ ജീവിക്കുന്നത്. 1000 കൊല്ലങ്ങൾക്ക് മുമ്പ് സ്വന്തമായി ചരക്ക് കപ്പലുള്ള വ്യാപാരിയാണ് മുഹിയുദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു. വിലായത്തിൽ വലിയ സ്ഥാനം നേടിയത് ഒരു പണിയില്ലാതെ ഒഴിഞ്ഞിങ്ങനെ ഇരുന്നപ്പോഴൊന്നല്ല, വലിയ കച്ചവടക്കാരനാ. സ്വന്തമായി ചരക്ക് കപ്പലുള്ള കച്ചവടക്കാരൻ. ഒരു സൂപ്പർ മാർക്കറ്റേ ഉള്ളൂ വെച്ചാല് കപ്പലൊന്നും വേണ്ടി വരൂലല്ലോ.
ഒരു സൂപ്പർ മാർക്കറ്റിക്ക് സാധനം കൊണ്ടുവരാൻ കപ്പലും ഉണ്ടല്ലോ. സ്വന്തമായി ചരക്കു കപ്പലുള്ള കച്ചവടക്കാരനായിരുന്നു. 65 വർഷം റസൂലുള്ളാഹി കച്ചവടം ചെയ്തിട്ടുണ്ട്. അതന്നെ. അപ്പൊ അതുകൊണ്ട് നമ്മളെവിടെ എത്തിയില്ല എന്ന് മനസ്സിലാവും. വെള്ളിയാഴ്ച കഴിഞ്ഞ റമദാന്, അതിന്റെ മുമ്പത്തെ റമദാന്, അതിന്റെ മുമ്പത്തെ റമദാന്, കഴിഞ്ഞ ഈ റമദാന്റെ മുമ്പത്തെ റമദാനും അതിന്റെ മുമ്പത്തെ റമദാനും ഒക്കെ റമദാനില് 30 നോയമ്പുണ്ടായിരുന്നു. 30 അപ്പൊ 30 നോയമ്പ് കിട്ടിയേക്കിന് 30ാമത്തെ തറാവി കഴിഞ്ഞിട്ട് പെരേക്ക് ഇങ്ങനെ പോവുകയാണ്. അപ്പൊ അങ്ങനെ പറഞ്ഞു ഒപ്പമുള്ള ആളോട്, അൽഹംദുലില്ലാഹ്, സംഗതി ഈ കൊല്ലം ഏതായാലും മുതലായി പറഞ്ഞു. എന്തേന്ന് വെച്ചാൽ 30 നോയമ്പ് കിട്ടിയില്ലേന്ന്. അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞിട്ടാ തോന്നും സ്വർഗത്തില് സ്ഥലം തികയാൻ ഒരു സാധ്യതയില്ല. കാരണം 30 നോയമ്പ് കിട്ടിയതല്ലേ. നമ്മളെന്തേലും ഒന്ന് ചെയ്യുമ്പോഴത്തിനുള്ള ഒരു ആലോചനയാണ് അത്. അങ്ങനെ വരെ ചെന്നിട്ട് കുട്ടികളെ ബുക്ക് ഇങ്ങനെ നോക്കിയപ്പോ അതിലുണ്ട് നഫീസത്തുൽ മിസ്രി റളിയല്ലാഹു അൻഹയുടെ താരീഖ്. എന്താ താരീഖ്? എല്ലാ ദിവസവും ഫറദായ നിസ്കാരങ്ങളും സുന്നത്തായ നിസ്കാരങ്ങളും കഴിഞ്ഞ് റാബിയത്തുൽ അദവിയുടെ താരീഖ്. ഫറദായ നിസ്കാരവും സുന്നത്ത് നിസ്കാരം ഒക്കെ കഴിഞ്ഞിട്ട് വെറുതെ 100 റക്അത്താണ് കഴിച്ചു. റവാത്തിബ് കഴിഞ്ഞ് വിത്ര് കഴിഞ്ഞ്, വിത്ര് നമ്മളെമാതിരി 1 റക്അത്തൊന്നല്ല, 11 കഴിഞ്ഞ് എല്ലാ റവാത്തിബും കഴിഞ്ഞ് വെറുതെ 100 റക്അത്ത്. എന്നിട്ട് ദ്വാരക്കും, പഠിച്ചോനെ ഈ 100 റക്അത്ത് സുന്നത്ത് നിസ്കാരം നിന്റെ സ്വർഗം ലഭിക്കാൻ മാത്രമല്ല, നാളെ കോടാനക്കോടി മനുഷ്യന്മാർ ഒരുമിച്ച് കൂടിയ മഹ്ശറയില് ഞാനിങ്ങനെ നടന്നു പോകുമ്പോ എല്ലാ ദിവസവും മുത്തലഖായ 100 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചിരുന്ന റാബിയല്ലേ ആ പോകുന്നത് എന്ന് പുന്നാര നബി തങ്ങൾ ചോദിക്കുമ്പോ അത് കേൾക്കാനൊരു രസമുണ്ട്. അതിനാണ് ഈ 100 റക്അത്ത്. അതാണ് വായിക്കുമ്പോ മനസ്സിലാവും നമ്മളെ 30 തറാവിയൊന്നും എടുക്കും എത്തുന്നില്ല. ഇതിനാണ് മുൻഗാമികളുടെ താരീഖ്. നമ്മൾ എവിടേക്കും എത്തുന്നില്ല എന്ന് മനസ്സിലാവാൻ അതാണ് ശരിക്കും ഏറ്റവും വലിയ മനസ്സിലാവല്. നമ്മളെവിടേക്കും എത്തുന്നില്ലല്ലോ എന്നുള്ള മനസ്സിലാവലാണ്. അതാണ് നമ്മൾ സയ്യിദന്മാരെ അനുസ്മരിക്കുന്നതിലും ആലിമീങ്ങളെ അനുസ്മരിക്കുന്നതിലും. പക്ഷെ ഒരു സംഗതി എന്താ വെച്ചാല് നല്ലതൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നു, നല്ലതൊക്കെ പോവാൻ. ഞാന് പിന്നെ ഒരിക്കൽ ചെറുശ്ശേരി ഉസ്താദ് ഒരു അനുസ്മരണ പ്രസംഗത്തില് നമ്മളെ തൃപ്പഞ്ചി ഉസ്താദിന്റെ ആണ്ടില് അനുസ്മരണത്തില് ഇങ്ങനെ പ്രസംഗിക്കുന്നത് കേട്ടു. ഭൂമി ചുരുങ്ങിക്കൊണ്ടിരിക്കുന്നു. അവലം യറൗ അന്നാ നഅ്തിൽ അർള നൻഖുസുഹാ മിൻ അത്റാഫിഹാ. ഭൂമി അതിങ്ങനെ അല്പാൽപമായി ചുരുങ്ങിക്കൊണ്ടിരിക്കുന്നതിനെ അവർ കാണുന്നില്ലയോ എന്ന ആയത്ത് വിശദീകരിച്ചുകൊണ്ട് പറയാണ്, സത്യത്തിൽ ഭൂമി ചുരുങ്ങണമെന്നില്ലല്ലോ. ഭൂമി ചുരുങ്ങുന്നത് അവർ കാണുന്നില്ലയോ എന്ന് ചോദിച്ചാൽ, ഭൂമി ഇപ്പൊ വർഷക്കാലായാലും മഴയൊക്കെ പിന്നെ പെയ്താല് കടലോര മേഖലയിലുള്ള ആളുകളൊക്കെ പറയും ഇടിഞ്ഞുപോയി, ഭൂമി ഇടിഞ്ഞുപോയി, കടല് കയറി, വെള്ളം കയറി എന്നൊക്കെ പറയും. വെള്ളം കയറിയിട്ട് കടലിക്ക് കൂടിയാലും ഈ സ്ഥലം അവിടെ ഉണ്ടല്ലോ, പോണൊന്നുമില്ലല്ലോ. പിന്നെന്താണ് ഭൂമി ചുരുങ്ങുക പറഞ്ഞാല്? ഭൂമി ചുരുങ്ങുക എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ നിലവാരം ചുരുങ്ങലാണ്. ഐ മൗത്തുൽ ഉലമാഇ വസ്സുലാഇ, ആലിമീങ്ങളും സ്വാലിഹീങ്ങളും മരണപ്പെടലാകുന്നു ഭൂമിയുടെ ചുരുക്കം എന്ന് പറയുന്നത്. അബ്ദുല്ലാഹിൽ യാഫി റളിയല്ലാഹു അൻഹു ഭൂമിയോട് അഭിസംബോധനം ചെയ്തുകൊണ്ട് ഒരിക്കൽ ഇങ്ങനെ പറയുന്നുണ്ട്. ഭൂമിയോടൊരിക്കൽ ഞാൻ ചോദിച്ചു, ഭൂമി നല്ല നല്ല മനുഷ്യന്മാരൊക്കെ നീ ആദ്യം പ്രസവിച്ചിരുന്നല്ലോ, ഇപ്പെന്താ നീ അങ്ങനെ നല്ല നല്ല മനുഷ്യന്മാരൊന്നും പ്രസവിക്കാത്തത് എന്ന് സയ്യിദുനാ അബ്ദുല്ലാഹിൽ യാഫി റളിയല്ലാഹു അൻഹു ഭൂമിയെ അഭിസംബോധനം ചെയ്തുകൊണ്ട് ഒരിക്കൽ ചോദിക്കുന്നുണ്ട്. അതിന് ഭൂമി മറുപടി പറഞ്ഞതായി അദ്ദേഹം സങ്കല്പിക്കുന്നു. പണ്ടൊക്കെ അങ്ങനെയിരുന്നു, ഇപ്പോൾ ഞാൻ മച്ചിയായി പോയി, നല്ലതൊന്നും പ്രസവിക്കാൻ കഴിയുന്നില്ല എന്ന്. പോയത് തന്നെയാണ്, അതിനനുസരിച്ചൊന്ന് പകരം വരുന്നില്ല എന്നത് നമ്മൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രയാസവുമാണ്. അതുകൊണ്ട് വെളിയങ്കോട് ഒരു ഖാദിർ മുസ്ലിയാർ എന്ന് പറഞ്ഞിട്ട് ആളുണ്ടായിരുന്നു, നല്ലൊരു സ്വാലിഹായ ഒരു മനുഷ്യൻ. എന്റെ ഉമ്മ ഹോസ്പിറ്റലിൽ കടന്നിയ സമയത്ത് മൂപ്പര് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഒഴിവുള്ള സമയത്ത് മൂപ്പരടുത്ത് പോകും. അപ്പൊ എന്തേലുമൊക്കെ ഇങ്ങനെ പറയും. അപ്പൊ ഞാനിങ്ങനെ ചോദിച്ചു, നമ്മൾ ഈ ദീർഘായുസിന് ദ്വാരക്കണ ഇപ്പൊ എന്തിനൊക്കെയാന്ന് ചോദിച്ചു. അതിൽ പറഞ്ഞു, നമ്മളേതായാലും ഈമാനുള്ള ആൾക്കാരാണല്ലോ,
ഈമാനുള്ള ഒരു മനുഷ്യൻ കുറച്ചു കാലം കൂടിയും ഭൂമിയിൽ കിടക്കുകയാണെങ്കിൽ ആ കാലം കൂടിയും ഖിയാമത്ത് നാൾ ഉണ്ടാവില്ല എന്ന് ഉറപ്പാവൂലേ? അതിനെന്നെ ദീർഘായുസ് ചോദിക്കണത്. വേറെ ആവശ്യങ്ങളുണ്ട്, അതൊരു പ്രധാനപ്പെട്ട ആവശ്യമാണ് എന്ന് പറഞ്ഞു. ആദ്യ കാലത്തെ ആളുകൾക്കുള്ള ഈമാൻ പിൻകാലക്കാർക്കുണ്ടാവുന്നില്ല. ഇന്നത്തെ ഈമാൻ നാളല്ല. അവസാന കാലഘട്ടത്തിലെ മൂമിന് വല്യാപ്പ സിറ്റൗട്ടിൽ ചാരുകസേലയിൽ ഒഴിഞ്ഞിരുന്നപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞിരുന്നല്ലോ എന്ന് ഓർക്കുന്ന പേരക്കുട്ടിയായിരിക്കുമെന്നാണ്. അങ്ങനെ ഈമാൻ ഇങ്ങനെ പോവും. ഈമാനനുസരിച്ച് അമലും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. പോണതിനനുസരിച്ചുള്ളത് വരുന്നില്ല എന്നുള്ളത് നമ്മൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയൊരു പ്രയാസമാണ്. അതുകൊണ്ട് മുൻഗാമികളായ ആളുകളുടെ താരീഖ് പഠിക്കുന്നത് നമ്മൾ എവിടെയും എത്തുന്നില്ലല്ലോ റബ്ബേ എന്ന് മനസ്സിലാവാനാണ്. അത് വലിയൊരു മനസ്സിലാവൽ തന്നെയാണ്. ഓസുല്ലാദവിനെ പഠിച്ചാൽ മനസ്സിലാവും. 4 അബ്ബാസിയ ഭരണാധികാരികൾക്ക് മതകാര്യങ്ങളിൽ ഉപദേശം നൽകുക കൂടി ചെയ്തിരുന്നു ഔസുല്ലാദം. വലിയ വലിയ പ്രഭാഷണങ്ങൾ നടത്തും. അക്കാലത്ത് 5000 ആളുകളൊക്കെ ഔസുല്ലാദമിന്റെ പ്രസംഗം കേൾക്കാൻ ഒരുമിച്ച് കൂടും. ചില ചരിത്രകാരന്മാർ 50,000 എന്നും പറഞ്ഞിട്ടുണ്ട്. വയത് കഴിഞ്ഞതിന് ശേഷം സദസ്സിൽ ഒരു തൗബ ചൊല്ലിക്കൊടുക്കും എല്ലാവർക്കും എന്നാണ്. ആ തൗബ ചൊല്ലിയിട്ട്, തൗബ കേട്ട് അത് ചൊല്ലിയിട്ട് സദസ്സിൽ വെച്ച് തന്നെ മരിക്കുന്ന ധാരാളം ആളുകൾ. ഒരു മനുഷ്യന് അള്ളാഹു കൊടുക്കുന്ന ഏറ്റവും വലിയ സൗഭാഗ്യം മരിക്കുന്നതിന് മുമ്പ് മനസ്സറിഞ്ഞ് തൗബ ചെയ്യാൻ അവസരം കൊടുക്കലാണ്. 2 ഭാഗ്യങ്ങൾ അള്ളാഹു ഏത് മനുഷ്യനും കൊടുക്കും. 2 ഭാഗ്യങ്ങളാണ് അള്ളാഹു മനുഷ്യന് കൊടുക്കുന്ന ഭാഗ്യങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ടത്. ഒന്ന്, മരിക്കുന്നതിന് മുമ്പ് ഞാൻ മരിക്കുകയാണെന്ന് മനസ്സിലാവുക. ഇതെന്റെ മരണത്തിന്റെ ലക്ഷണങ്ങളാണ്, ഞാൻ മരിക്കാൻ പോവുകയാണ് എന്ന് മരിക്കുന്നതിന് മുമ്പ് ഒരാൾക്ക് മനസ്സിലാകുക എന്നുള്ളത് വലിയൊരു ഭാഗ്യമാണ്. വേറെ ഒന്ന്, മരിക്കുന്നതിന് മുമ്പ് മനസ്സറിഞ്ഞ് തൗബ ചെയ്യാൻ ഒരാൾക്ക് അവസരം വന്നു ചേരുക. അതുകൊണ്ട് നമ്മള് പെട്ടെന്നുള്ള മരണത്തെ തൊട്ട് കാക്കണേ അള്ളാന്ന് ദ്വാരക്കണേ. സംഗതി വണ്ടിന്റെ ഓട്ട് വെട്ടിങ്ങാണ്ട് അപ്പൊ തന്നെ മരിച്ചാൽ ഷഹീദിന്റെ കൂലിട്ടും. പക്ഷെ അതിന് നമ്മളാരും ദ്വാരക്കൂല. എന്താ കാരണം? പെട്ടെന്നുള്ള മരണങ്ങളിൽ തൗബക്ക് അവസരം നഷ്ടപ്പെടുമെന്നതാണ്. കുറച്ച് അസുഖത്തിലൊക്കെ കടന്ന്, കുറച്ച് എണ്ണത്തിലൊക്കെ കടന്ന് ഞാനിപ്പോ നീച്ച നടക്കൂല എന്നൊക്കെ ഒന്ന് മനസ്സിലായി അങ്ങനെ മരിക്കുക. അത് അല്ലാഹു തആല ഒരു മനുഷ്യന് കൊടുക്കുന്ന ഒരു ഭാഗ്യാണ്. മരിക്കുന്നതിന്റെ മുമ്പ് ഞാൻ മരിക്കാൻ പോവുകയാണെന്ന് മനസ്സിലാവുക. മരണത്തിന് മുമ്പ് മനസ്സറിഞ്ഞ് തൗബ ചെയ്യാനുള്ള അവസരം ഉണ്ടാവുക. അപ്പൊ ഗൗസുൽ ആദം സുൽത്താൻ മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് അങ്ങനെയാണ്. അതുകൊണ്ട് സാലിഹീങ്ങളായ ആളുകളുടെ താരീഖിനെ പഠിക്കണം, അത് പറയണം, അത് കേൾക്കണം. സാലിഹീങ്ങളെ പറയലും ഇബാദത്താണ്, സാലിഹീങ്ങളെ കേൾക്കലും ഇബാദത്താണ്. കുറെ കേൾക്കുമ്പോ നമ്മക്ക് അതുപോലെ ആവാൻ വേണ്ടി തോന്നും. അതന്നെ കാര്യം. അതുകൊണ്ട് പ്രാദേശികമായും നമ്മളെ അറിവിൽപ്പെട്ടവരായും മുൻഗാമികളും എല്ലാവരും മക്കൾക്കൊക്കെ വാപ്പാനെ പറ്റി പറഞ്ഞു കൊടുക്കണം എന്നാണ്. അതെന്താ? വാപ്പാരെ പറ്റി പറഞ്ഞാൽ എങ്ങനെയായാലും സ്വാലിഹിനെ പറ്റി പറയലേ ആവുള്ളൂ. കാരണം വാപ്പ സ്വാലിഹായിരിക്കും. വല്ലിപ്പാനെ പറ്റി പറഞ്ഞു കൊടുക്കണം, വല്ലിപ്പാന്റെ വാപ്പാനെ പറ്റി പറഞ്ഞു കൊടുക്കണം. അതെല്ലാം സ്വാലിഹീങ്ങളെ കുറിച്ച് പറഞ്ഞു കൊടുക്കലാകും. അതുകൊണ്ട് അങ്ങനെയുള്ള താരീഖുകളൊക്കെ പറഞ്ഞു കൊടുക്കണം. അപ്പോഴാണ് അവർ അതിനനുസരിച്ച് നന്നായി വരിക. മൗഇദത്ത് വഅദ് എന്ന് പറഞ്ഞാൽ തന്നെ വഅദിന്റെ നിർവചനത്തിൽ പറയുന്നുണ്ട്, വഅദ് എന്ന് പറഞ്ഞാൽ സാലിഹീങ്ങളുടെ താരീഖുകൾ പറഞ്ഞുകൊണ്ട് നന്മയെ ഓർമ്മപ്പെടുത്തുന്നതിനാണ് വഅദ് എന്ന് പറയാം. പ്രഭാഷണം എന്നുള്ളതിന് അറബിയിൽ കുറെ വാക്കുണ്ട്. നസീഹത്ത്, ദഅവത്ത്, ഇർഷാദ്, ഇസ്ലാഹ്, തഅലീം ഒക്കെ ഉപദേശങ്ങളാണ്. അതിൽ വഅദ് എന്ന് പറഞ്ഞാൽ മനാഖിബുകൾ, സ്വാലിഹീങ്ങളുടെ താരീഖുകൾ പറഞ്ഞിട്ട് നന്മയെ ഓർമ്മപ്പെടുത്തുന്നതിനാണ്. പണ്ടൊക്കെ നമ്മളെ നാട്ടില് വിദൂര നാടുകളിലൊക്കെ വഅദുണ്ടാവും. അപ്പൊ ചൂട്ടൊക്കെ കെട്ടിയിട്ട് ആൾക്കാർ വഅദിന് പോകും. പോകാൻ കഴിയാത്തവര് പോയി വന്നവരോട് ചോദിക്കും, ഇന്നലെ എന്ത് ചരിത്രേ പറഞ്ഞത് എന്ന് ചോദിക്കും. വഅദിൽ താരീഖ് ഉണ്ടായിരിക്കണം എന്നതാണ്. പൂർവികന്മാരായ ആളുകളുടെ താരീഖുകൾ പറഞ്ഞുകൊണ്ട് നന്മയെ ഓർമ്മപ്പെടുത്തുക. അതുകൊണ്ട് നമുക്ക് അറിയുന്ന ആൾക്കാരെ താരീഖൊക്കെ നമ്മളെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം. നല്ല മനുഷ്യന്മാരെ താരീഖ്, മമ്പർത്ത തങ്ങളെ താരീഖ്, മുഹ്യിദ്ദീൻ ഷെയ്ഖിന്റെ, റിഫായി ഷെയ്ഖിന്റെ ഒക്കെ താരീഖുകൾ അറിയുന്നത് അറിയാത്തത് പഠിച്ചുണ്ടാക്കിയിട്ട് പറയണം. അവരുടെയൊക്കെ ജീവിതത്തിലെ ചെറിയ ചെറിയ കാര്യങ്ങളുണ്ട്. ഷെയ്ഖ് റിഫായി റളിയല്ലാഹു അൻഹു ഒരിക്കൽ വീടിന്റെ മുമ്പിൽ നിന്ന് ഒരല്പം മണ്ണെടുത്തിട്ട് ആ മണ്ണിങ്ങനെ ചുംബിച്ചു.
കണ്ടു നിന്ന ആളുകൾ ചോദിച്ചു, മഹാനവറുകളെ, വീടിന്റെ മുമ്പിൽ നിന്നുള്ള ചളിമണ്ണെടുത്തിട്ട് എന്താ മുത്തുന്നത് എന്ന് ചോദിച്ചോ. പറഞ്ഞു, ഞാൻ വീടിന്റെ മുന്നിലെ മണ്ണല്ല മുത്തിയത് പറഞ്ഞു. അപ്പൊ ആൾക്കാർ ചോദിച്ചു, നിങ്ങൾ ഇവിടെ നിൽക്കണേ ഞങ്ങൾ കണ്ടല്ലോ പറഞ്ഞു. കണ്ടത് ശരിയേക്കാരം, പക്ഷെ ഞാൻ അടുത്ത് വീട്ടിന്റെ മുമ്പിലെ മണ്ണല്ല. ഞാൻ എടുത്തത് ഇവിടുന്ന് ഞാനൊരു മണ്ണെടുത്തില്ലേ, ആ മണ്ണ് അതിന്റെ അപ്പുറത്തെ മണ്ണും അങ്ങനെ തട്ടി നിൽക്കണ ഒരു മണ്ണായിരുന്നു. അത് അതിന്റെ അപ്പുറത്തെ മണ്ണുമ്മ തട്ടിയിട്ട്, അത് അതിന്റെ അപ്പുറത്തെ മണ്ണുമ്മ തട്ടിയിട്ട് ഇങ്ങനെ കുറയാണ്ട് പോയാല് ഈ മണ്ണിന്റെ ഒരു തല മദീനത്തെ മണ്ണുമ്മ തട്ടിയിട്ടാ നിൽക്കണത്. മദീനത്തെ മണ്ണിന്റെ ഹബീബിന്റെ ശരീരത്തിൽ തട്ടി നിൽക്കുകയാണ്. എന്റെ ഹബീബിന്റെ ശരീരത്തിൽ തട്ടി നിൽക്കുന്ന ഒരു മണ്ണിന്റെ ഇങ്ങേ തലക്കലാണ് ഞാൻ ചുംബിച്ചത് എന്ന് സയ്യിദുനാ അഹ്മദ് അൽ കബീർ റിഫായി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവർകൾ പറഞ്ഞിട്ടുള്ളതായിട്ട് കാണാം. അതുകൊണ്ട് സാലിഹ്യങ്ങളുടെ താരീഖുകൾ പഠിക്കുകയും പറയുകയും അറിയുകയും ചെയ്തുകൊണ്ട് അവരെ പോലെ ആവാൻ വേണ്ടി പരിശ്രമിക്കലാണ്. മറ്റൊന്ന് അവരെ കൊണ്ട് തവസ്സുൽ ചെയ്യലാണ്. സ്വാലിഹായ അമലില് സ്വാലിഹായ മനുഷ്യന്മാർ ഉൾപ്പെടുമെന്നാണ്. ഔ വലദുൻ സ്വാലിഹുൻ യദഉ ലഹു എന്നതിന്റെ വിശദീകരണത്തിലുണ്ട്. മനുഷ്യൻ മരിച്ചാല് ഇൻഖത അമലുഹു ഇല്ലാ മിൻ സലാസ സദഖത്തുൻ ജാരിയ ഇൽമുൻ യുന്തഫഉ ബിഹി വലദുൻ സ്വാലിഹുൻ യദഉ ലഹു, അവന് വേണ്ടി ദുആ ചെയ്യുന്ന സ്വാലിഹായ സന്താനം എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. സന്താനങ്ങൾ മനുഷ്യന്റെ അമലാകുന്നു എന്ന്. അതുകൊണ്ട് സാലിഹീങ്ങളെ നമ്മൾ നല്ലോണം പറഞ്ഞു കൊടുക്കണം. കുറെ കേൾക്കുമ്പോ അതിലൊരു ആകർഷണീയത വരും. ഏറ്റവും കൂടുതൽ പറഞ്ഞു കൊടുക്കേണ്ടത് മുത്തുനബിനെയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അവ്വലു വാജിബിൻ അലല്ലാബാഇ അൻ യതഅല്ലമ ഔലാദഹും ബിഅന്ന നബിയനാ മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉലിദ ബിമക്ക വദുഫിന ബിൽ മദീന. വാപ്പ മകന് വാപ്പാന്റെ ഖബർ എവിടെയെന്ന് പറഞ്ഞു കൊടുക്കണതിന്റെ മുന്നേ മുത്തുനബിയുടെ ഖബർ മദീനയിലാണെന്ന് പറഞ്ഞു കൊടുക്കൽ നിർബന്ധമാവും. അവ്വലു വാജിബിൻ അലൽ ആബാ, മാതാപിതാക്കൾക്ക് നിർബന്ധമാകുന്നതിലെ ആദ്യത്തേത് അയ്യതഅല്ലമ ഔലാദഹും, അവരുടെ മക്കളെ പഠിപ്പിക്കലാണ്. ബിഅന്ന നബിയനാ മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, തീർച്ചയായും മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഉലിദ ബിമക്ക, മക്കയിലാണ് ജനിച്ചത്. വദുഫിന ബിൽ മദീന, മദീനയിലാണ് മറമാടിയത്. ഉലിദുഹു ബി മക്കത്തൽ ആമീന വഫാതുഹു ബി ത്വയ്ബത്തൽ മദീന അത്തമ്മ ഖബ്ലൽ വഹി അർബഈന വഉംറുഹു ഖദ് ജാവസ സിത്തീന. അഹ്മദ് അൽ മർസൂഖി റളിയല്ലാഹു അൻഹുവിന്റെ കിഫായത്തുൽ അവാമിലെ പാട്ടാണ് ഞാൻ ഈ പാടിക്കൊണ്ടിരിക്കുന്നത്. കിഫായത്തുൽ അവാം എന്ന് പറഞ്ഞത് നമ്മളെ ഈ 14 വക ഏടിലൊക്കെ ഉള്ള മങ്കൂസ്, നമ്മളെ ബദ്രിയത്തുൽ മങ്കൂസി ഉണ്ടല്ലോ, മജ്ലിസ് നൂർ, അതിന്റെ തൊട്ടടുത്തുണ്ടാവും. കിഫായത്തുൽ ഈമാൻ എന്നും കിഫായത്തുൽ അവാം എന്നും പേരുണ്ട്. കിഫായത്തുൽ ഈമാൻ അത് ചെല്ലിയാല് ടെൻഷൻ ഉണ്ടാവില്ല എന്നാണ്. കുറെ സ്വാലിഹ്യങ്ങളുടെ പേരുണ്ട് അതില്, കുറെ അമ്പിയാക്കളുടെ പേരുണ്ട്, മുത്തുനബിയുടെ 20 വാപ്പാരുടെ പേരുണ്ട്, മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരായ ഉമ്മഹാത്തുൽ മുഅ്മിനീന്റെ പേരുണ്ട്, പുണ്യ നബിയുടെ മക്കളുടെ പേരുണ്ട്. അങ്ങനെ ചെല്ലിയാല് മനുഷ്യന്മാർക്ക് ടെൻഷൻ ഉണ്ടാവില്ല എന്നാ. ടെൻഷൻ വരാതിരിക്കാനേ ചെല്ലിയാ മതി എന്ന് തൽസമാത്തിന്റെ കിതാബുകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അതൊക്കെ ഇങ്ങനെ ചെല്ലണം. അങ്ങനെ സ്വാലിഹീങ്ങളെ പറയണം, സ്വാലിഹീങ്ങളെ ഓർക്കണം, അവരെ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ കൊണ്ടുവരണം. നമ്മളെ മക്കളും ആ തരത്തിലായി മാറണം. അതിന് മക്കൾക്കൊക്കെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സ്വാലിഹീങ്ങളെ കാണിച്ചു കൊടുക്കണം, സ്വാലിഹീങ്ങളെ സന്ദർശിക്കണം. ഒരു സ്വാലിഹായ മനുഷ്യന്റെ നോട്ടത്തിൽ പെട്ടാൽ രക്ഷപ്പെടുന്നതാണ്. ഈ കേൾവി, കാഴ്ച, ഇതിനൊക്കെ ചില പ്രത്യേകമായ രീതികളുണ്ട്. കാഴ്ചക്കുള്ളൊരു പ്രത്യേകത അങ്ങോട്ട് കണ്ടാലും ഇങ്ങോട്ട് കണ്ടാലും ഒരേ മാതിരിയാണ് എന്നാണ്. ഒരു സ്വാലിഹായ മനുഷ്യനെ നമ്മൾ അങ്ങോട്ട് കാണുന്നതും ഒരു സ്വാലിഹായ മനുഷ്യൻ നമ്മൾ എങ്ങോട്ട് കാണുന്നതും ഒരേ മാതിരിയാവുന്നതാണ്. കുറെ അടുത്ത വരുന്നുണ്ട്. അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ, സിഹത്തും സലാമത്തും കൊടുക്കട്ടെ. നമ്മളെയും അവരെയും അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് സലാമത്തിന്റെ അഹ്ലുകാരിൽ ഉൾപ്പെടുത്തട്ടെ. ആമീൻ.
അവസാനിപ്പിക്കാം മുഅ്മിനീങ്ങളെ. അപ്പൊ അതുകൊണ്ട് സ്വാലിഹീങ്ങളായ ആളുകളുടെ മനാഖിബുകളൊക്കെ വായിക്കണം, നമ്മൾ അറിയണം, നമ്മൾ പഠിക്കണം, മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം. പുതിയ തലമുറ ഇങ്ങനത്തെ ചരിത്രങ്ങളിലൊക്കെ താല്പര്യമില്ലാത്ത ആൾക്കാരായിട്ട് മാറുന്നുണ്ട്. പുതിയ തലമുറയുടെ ഭാഷയിൽ സംസാരിക്കണം, അവർക്ക് മനസ്സിലാവുന്ന രൂപത്തിൽ പറയണം. അങ്ങനെ ചരിത്രം കേട്ടാലും ചരിത്രം അറിഞ്ഞാലും മനുഷ്യന്മാര് പൊതുവെ നന്നാവുന്നതാണ്. അതാണ് വയലിന്റെ അസുലിൽ അത് ഉണ്ടാവാണ്ടായ കാരണം. അതുകൊണ്ട് മുൻഗാമികളായ സയ്യിദന്മാര്, സ്വാലിഹീങ്ങള്, മഹത്തുക്കൾ, ഔലിയാക്കന്മാര്, അവരുടെയൊക്കെ താരീഖുകൾ പഠിക്കുകയും അറിയുകയും നമ്മുടെ മക്കൾക്ക്, വരും തലമുറക്ക് അതൊക്കെ പറഞ്ഞു കൊടുക്കുകയും ചെയ്യണം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളെല്ലാവരെയും സജ്ജനങ്ങളിൽ, സ്വാലിഹീങ്ങളെ ഇഷ്ടപ്പെടുന്നവരിൽ ചേർത്ത് അനുഗ്രഹിക്കട്ടെ. ബഹുമാനപ്പെട്ട ആലിക്കുട്ടി ഉസ്താദ് ഞാൻ സൂചിപ്പിക്കേണ്ടായി, വിനയത്തിന്റെ മനുഷ്യരൂപം എന്ന് പറയാം. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയണം. ശിഷ്യന്മാരായ ആളുകൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഉസ്താദിനെ കുറിച്ച് പറയാനുണ്ട്. അതുകൊണ്ട് ഇവിടെ ഇനിയും അനുസ്മരണങ്ങളൊക്കെ നടക്കും ഇൻഷാ അല്ലാഹ്. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഉസ്താദിന്റെ ദറജ ഉയർത്തി കൊടുക്കട്ടെ. അവരെയും നമ്മളെയും ജന്നാത്തുൽ ഫിർദൗസിൽ അല്ലാഹു ഒരുമിച്ച് കൂട്ടിത്തരട്ടെ. ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകളുടെ മദ്ഹുകൾ പറയാൻ, അവരെ തവസ്സുൽ ചെയ്യാൻ ഒക്കെയാണ് നമ്മൾ ഒരുമിച്ച് കൂടിയത്. അവരുടെ ദറജ അല്ലാഹു ഉയർത്തട്ടെ. നമ്മളെയും അവരെയും ജന്നാത്തുൽ ഫിർദൗസിൽ അല്ലാഹു ചേർത്ത് തരട്ടെ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക വസല്ലല്ലാഹു തആല വസല്ലമ അലാ ഖൈരി ഖൽഖിഹി സയ്യിദനാ മുഹമ്മദിൻ വഅലിഹി വസഹ്ബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ദുആ ചെയ്യണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.